വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ഈ പുസ്തകത്തിൽ അവരുടെ വിശദാംശങ്ങൾ ചോദിച്ച് വാങ്ങിച്ചു വയ്ക്കുക, ഏറ്റവും അധികം ചോദ്യങ്ങൾ സംവിധായകനോട് ചോദിക്കുക, എഴുത്തുകാരനോട് സംവിധായകനോട് നിരന്തരം കലഹിക്കുക. ഇപ്പോൾ സുധക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ കലഹിക്കാൻ പറ്റാവുന്ന രണ്ടുപേരുമല്ലോ. അപ്പൊ ഈ സുധക്കുട്ടി ആവാൻ ഉള്ള ശ്രമങ്ങൾ അതിനെപ്പറ്റി പറയാം. വളരെ എളുപ്പമായിരുന്നു ആ ഒരു തുടക്കത്തിലുള്ള പ്രിപ്പറേഷൻ ടൈം. ഒബ്വിയസ്ലി അഭിനയിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ സത്യമായിട്ടും 9 ദിവസം ഞാനും നിമിഷവും നമ്മുടെ സിനിമാറ്റോഗ്രാഫറും ഇപ്പോഴും സംസാരിക്കുന്ന കാര്യം. ഇപ്പം ഏകദേശം 3 വർഷമായി നമ്മൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ട്. കാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്ത 9 ദിവസത്തിലാണ്. ഈ 9 ദിവസങ്ങളിൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല. ആരും ഓൺ സെറ്റ് നമ്മളൊന്ന് ഫോണിലേക്ക് തിരിഞ്ഞ് നോക്കാൻ, ഇൻസ്റ്റാഗ്രാം ഒന്നും ജസ്റ്റ് ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു. അതിൽ തന്നെ നിലനിൽക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. കൂടെ അഭിനയിച്ചിട്ടുള്ള ഹരീഷ് ആണെങ്കിലും നരനും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആ സീനിനെ പറ്റി സംസാരിച്ച് ആ ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു. പിന്നെ ശ്യാം സാറാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ശ്യാം സാറിന് പിന്നെ എല്ലാത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ സിനിമയിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. സുധക്കുട്ടിക്ക് അത് ഒരു പാട്ടിനോട് സംഗീതത്തിനോടുള്ള ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പം ആ പാട്ടുകളും എനിക്കൊരു വലിയൊരു സഹായമായിരുന്നു. മ്യൂസിക്കലി അതൊരു എൻട്രി പോയിന്റ് ആവുക. പിന്നെ അലങ്കാരം, കോസ്റ്റ്യൂം, ഹെയർ സ്റ്റൈൽ, അതൊക്കെ അതിലേക്ക് ഒന്നും കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു പോർട്ടലിലൂടെ ഒക്കെ കടക്കുന്ന ഒരു ഫീലായിരുന്നു. സോ എനിക്ക് സത്യം പറഞ്ഞാൽ കാഴ്ചയിലാണെന്ന് തോന്നുന്നത് ഞാൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഒന്നാമത് ശ്യാം സാറിന് എന്താണോ വേണ്ടത് എന്നുള്ളത് അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ശ്യാം സാർ വന്നിട്ട് ചോദിക്കുള്ളൂ. എന്താണ് പാർവതിയുടെ സ്ട്രഗിൾ ഇവിടെ എന്താണെന്ന് പറയും, നമുക്കെന്നാൽ അതിനനുസരിച്ച്. അല്ലാതെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. എന്തെങ്കിലും കാര്യത്തിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാർ ചോദിക്കും, എന്താണ് പാർവതിക്ക്, എവിടെയാണ് ഈ ബുദ്ധിമുട്ട് എന്നുള്ളത് പറയും. അതിനനുസരിച്ച് നമുക്ക് we will work it together എന്നായിരുന്നു. So and I also had വൈഫ് എൻ്റെ വല്യമ്മയായിട്ട് അഭിനയിച്ചത് മാമാണ്. അതേപോലെ ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ ഒരു സീനില്ല. അപ്പം എനിക്ക് തോന്നുന്ന കലക്റ്റീവ്ലി ആ ഒരു അനുഗ്രഹം ഇങ്ങനെ കവർ ചെയ്ത് പോലെ കലാകാരന്മാരെന്നുള്ള രീതിയിൽ ഇപ്പൊ സിനിമ കാണാനും അല്ലെങ്കിൽ സീരീസ് കാണാനൊക്കെ ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നതിൽ വല്ലാത്തൊരു ഔചിത്യക്കുറവ് കൂടി ഉണ്ടല്ലോ ഈ സമയത്ത്. പൂർണ്ണമായിട്ടും നമ്മുടെ നാട് ഒരു വലിയ ദുരിതത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പൊ മരിയാൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് നബീബിയിലെ ഒരു ഡെസേർട്ടിൽ അവിടുത്തെ ആളുകൾ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആളുകൾ എടുത്തിരുന്ന ഒരു ഉത്തരവാദിത്വ ബോധത്തെ പറ്റിയിട്ട് പാർവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോയ ക്രൂവാണ് വേസ്റ്റ് ഇട്ടിരുന്നത്, അവിടുത്തെ ആളുകൾ അത് വൃത്തിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അവിടുത്തെ പുറമേയുള്ള പല ആളുകളും പ്രകൃതിയോടൊക്കെ അത്ര കണ്ട് ഉത്തരവാദിത്വം കാണിക്കുമ്പോൾ നമ്മളെവിടേക്കോ അത് മറന്നു പോകുന്നതിനൊരു വലിയ പ്രശ്നമുണ്ടെന്നും അത് നമ്മൾ ഹൈ ടൈം നമ്മൾ അതിനെ ശരിയാക്കേണ്ട ഒരവസ്ഥയുമാണ് വയനാട് ദുരന്തത്തിന്റെ പരിസ്ഥിതിയിലുള്ളതെന്ന് ആണോ പാർവതി മനസ്സിലാക്കിയിട്ടുള്ളത്? താങ്ക് യു വിഷ്ണു. ആക്ച്വലി വിഷ്ണു അതിൽ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. മരിയാൻ സിനിമയിൽ മാത്രമല്ല, പല സിനിമകളിൽ നമ്മളിപ്പോൾ യൂറോപ്പിലും പല സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ചെറിയ സിസ്റ്റംസ് ആർ ഇൻ പ്ലേസ്. അത് നമ്മൾ നമ്മുടെ സിറ്റിസൻസിനെ മാത്രമല്ല ബ്ലെയിം ചെയ്യേണ്ടത്. സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ വരേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. അതിൽ ചെറിയ ആലസ്യങ്ങൾ വരുമ്പോഴാണ് പിന്നെ അതിങ്ങനെ ഒരു കൂടി വന്നിട്ട് അതൊരു വലിയ ദുരന്തത്തിലേക്കൊക്കെ എത്തുന്നത്. ഇതിലൊക്കെ ഒരുപാട് ആഴങ്ങളിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴതിനുള്ള സമയമല്ല. ഇപ്പം കൂടെ വയനാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷെ മറുപടി എന്നുള്ളതും മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. അപ്പം ക്രിറ്റിസിസം കൊടുക്കുമ്പോഴും അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. എത്ര അവയർനെസ് ഉണ്ടാവണം നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഈ അവയർനെസ് ഉണ്ടാക്കാൻ എത്ര കൺസിസ്റ്റന്റ് ആയിട്ടാണ് അവയർനെസ് ഉണ്ടാകുന്നത്? അതും ഇങ്ങനൊരു ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. പിന്നെ ഓരോ പൗരനും തോന്നേണ്ട ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഇപ്പം പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, പണിഷ്മെന്റ് എന്ന് പറയുന്ന പോലെ പ്രിവെന്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പക്ഷെ അറ്റ് ദിസ് പോയിന്റ് ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കേണ്ടത് എത്ര വേഗം നമ്മൾ റീഹാബിലിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്. പക്ഷെ കറക്റ്റായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ
നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു.